ഹായ് ഹലോ വെൽക്കം ടു അനദർ ഷോർട്ട് വ്ളോഗ്. ഒരു കുഞ്ഞു വ്ളോഗാണ് ഇത്. അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി തന്നെ, അതായത് ഇന്നലെ രാത്രി തന്നെ ടേബിളൊക്കെ ഒതുക്കിയിട്ടിട്ടാണ് കിടന്നത്. പിറ്റേ ദിവസം എന്ത് പഠിക്കണം എന്നങ്ങനെ പ്രീ പ്ലാൻ ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലത്തെ ഒരു മൂഡ് അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. മിക്കവരും തലേന്നൊക്കെ പ്ലാൻ ചെയ്യുന്നവരായിരിക്കും അല്ലേ, പക്ഷെ എന്തോ എനിക്കങ്ങനെ പ്ലാനിങ് ഒന്നും വർക്കൗട്ട് ആവാറില്ല. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചാൽ തന്നെയും ഞാൻ ആ പോർഷനൊന്നും ആയിരിക്കില്ല പിറ്റേ ദിവസം പഠിക്കുന്നത്. സോ ഇതിപ്പോൾ ഞാൻ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഞാൻ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ട് കുറച്ച് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് നല്ല അറ്റൻറ്റീവ് ആയിട്ടാണ് കേട്ടത്, ബട്ട് എന്നാലും നമ്മൾ ഒന്നുകൂടെ പഠിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നോട്ട്സ് എഴുതി വെച്ച കുറച്ച് സംഭവങ്ങളാണ് ഈ പഠിക്കുന്നത്. ഒരു മണിക്കൂറും 10 മിനിറ്റും ഒക്കെ ആയപ്പോഴത്തേക്കും ആ നോട്ട്സ് എഴുതി വെച്ച സംഭവങ്ങളൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വട്ടവും കൂടി എല്ലാം ഒന്ന് ഓടിച്ച് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കുറച്ച് സംഭവങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അറ്റോമിക് സ്ട്രക്ചറാണ്. സോ അത് ഞാൻ ഒരു 2x സ്പീഡിലിട്ട് കേൾക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പം നമുക്കിത് ഇയർഫോൺ പ്ലഗ് ഇൻ ചെയ്ത് ഇത് കേട്ടുകൊണ്ടിരിക്കാം. ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതലും തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങളിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. ഞാൻ മുൻപ് UP എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ അങ്ങനെ കുറച്ചേരം റെക്കോർഡൊക്കെ കേട്ടതിന് ശേഷം വീണ്ടും ഞാൻ പഠിക്കാനായിട്ട് വന്നിരുന്നു. 3 മണിക്കൂറൊക്കെ ആയപ്പോൾ ഞാനൊരു കുട്ടി ബ്രേക്ക് എടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്കൊരു റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകത്തുള്ളൂ. സോ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നല്ല എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത് ഒരു ടൈമറും കൂടി വെച്ചത്. അതായത് നമ്മളൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരു കുഞ്ഞു ഗോൾ സെറ്റ് ചെയ്താൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ടെൻഡൻസി കൂടുതലായിരിക്കും. അതായത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത്രയും ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിലും അടുത്ത 1 മണിക്കൂറിൽ ഇന്ന ടോപ്പിക്കാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഉത്സാഹം വരും പഠിക്കാനായിട്ട്. സോ അതിനുശേഷം ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ച് കഴിച്ചതിന് ശേഷം ഒരു കുഞ്ഞ് നാപ്പ് എടുത്തോട്ടോ. ഉച്ചയിറക്കം അതെനിക്ക് നിർബന്ധമാണ്. അങ്ങനെ കുറച്ചേരം ഉറങ്ങിയിട്ട് ഒരു 2:15, 2:20 ആ ഒരു ടൈമായപ്പോൾ എണീറ്റു. എന്നിട്ട് വീണ്ടും പഠിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫിസിക്സ് ആണ് പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അതിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക്ക് പഠിക്കുന്നതിന് പകരം ഓൾറെഡി പഠിച്ചൊരു ടോപ്പിക്ക് ഞാൻ റിവൈസ് ചെയ്യുകയാണ് ചെയ്തത്. സോ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ് റിവൈസ് ചെയ്യാൻ എടുത്തത്. സത്യം പറയുന്നത് പഠിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഫ്രഷ് ആണെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ ഇതെല്ലാം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. സോ ഷോർട്ട് നോട്ട്സ് എടുത്ത് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു. സത്യം പറഞ്ഞാൽ റിവിഷൻ ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എന്ത് ചെയ്യാനാണ്, സാഹചര്യമല്ലേ. നമുക്ക് പഠിച്ചത് മറന്നു കളയാനുള്ളൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയെങ്കിലും ഓർമ്മ വെച്ചേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് കുറച്ചേരം റിവൈസ് ചെയ്തു. അതാണ് നിങ്ങളെ കാണുന്നത്. ആ ഒരു ടൈം കൊണ്ട് സ്റ്റഡി ഡ്യൂറേഷൻ ഓൾമോസ്റ്റ് 5 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. ഞാനിതിനിടയിൽ ഇന്ന് പഠിച്ച സെമി കണ്ടക്ടേഴ്സിൻ്റെ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറച്ച് MCQസും വർക്കൗട്ട് ചെയ്ത് നോക്കി. സോ അത് ഒരു ആക്റ്റീവ് റീകോളിന് സഹായിക്കും. അത് പഠിച്ച കാര്യങ്ങൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തത്. ആൻഡ് ഓൾ ടുഗെദർ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് ഒരു 7 hours പഠിച്ചിട്ടുണ്ട്. സോ സ്റ്റഡി വെൽ. ബൈ.